കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. പ്രദേശവാസി നിരന്തരം ഉപദ്രവിക്കുന്നുവെന്ന് യുവതിയും കുടുംബവും. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് തൃക്കലങ്ങോട് പഞ്ചായത്തിലെ കാരക്കുന്ന് മുണ്ടുത്തടം സ്വദേശിനി പുലത്ത് മൈമൂനയും മാതാവും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും കാഴ്ചയില്ലാത്ത മാതാവുമൊത്ത് താമസിക്കുന്ന മൈമുനയുടെ വീട്ടിൽ രാത്രിയെത്തി അക്രമം നടത്തുകയും വീട്ടുപകരണങ്ങൾ നിരന്തരമായി നശിപ്പിക്കുകയും ചെയ്തിട്ടും പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. 10ഓളം സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന മൈമുനയ്ക്കും കുട്ടികൾക്കുമെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്നും പരാതിയിലുണ്ട്. വീടിന്റെ കുളിമുറി തകർത്തിട്ടുണ്ട്. വൈദ്യുതി വിച്ഛേദിച്ചതായും വെള്ളത്തിന്റെ പൈപ്പുകൾ തകർത്തതായും പറയുന്നു. രാത്രി മദ്യപിച്ച സുഹൃത്തുക്കൾക്കൊപ്പമെത്തിയാണ് ഉപദ്രവിക്കുന്നതെന്നും മൈമുന പറഞ്ഞു. നിരന്തരം അക്രമം അഴിച്ചുവിടുന്ന വ്യക്തിയുമായി യുവതി 2 വർഷത്തോളം അടുപ്പത്തിലായിരുന്നു. പിന്നീട് ഇയാളുടെ സൌഹൃദം വേണ്ടെന്ന് വെച്ചു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കുന്നതെന്ന് മൈമുന പറഞ്ഞു. വർഷങ്ങളായി നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളത് പല പോലീസ് സ്റ്റേഷനും SP ഓഫീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പരാതിപ്പെട്ടിട്ട് നമുക്ക് ഇതുവരെ ഒരു അനുകൂലമായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ എന്താ ചോദിച്ചാൽ നെടുമുണ്ടൻ ഫിറോസ് ബാബു പറഞ്ഞ ചങ്ങായി നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ കുറേ കാലമായി. നമ്മളെ പൈപ്പ് പൊട്ടിക്കുക, അതുപോലെ നമ്മളെ വീടിൻ്റെ വാതിലുകൾ പൊട്ടിപ്പൊളിച്ച് കണ്ടു അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുക, അതുപോലെ പിന്നെ വീട്ടിലെ കസേര, ചെയർ, അതുപോലെ മേശ, ടേബിൾ ഇതിൻ്റെയൊക്കെ കാലൊടിച്ച് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നാശനഷ്ടം വന്നിട്ടാണ്. നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കമ്മിറ്റിയിൽ പള്ളി കമ്മിറ്റിയിൽ നമ്മളിതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞത് എന്താ ചോദിച്ചാൽ നമ്മളോട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി. എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, അതുപോലെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഇവിടെയൊക്കെ കൊടുത്തിട്ടും നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു അനുകൂലമായിട്ട് എന്തെങ്കിലും അവരൊന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കാനോ നമ്മളെ കാര്യത്തിൽ എന്താണിത് ഇവനിങ്ങനെ നിരന്തരം നിങ്ങൾ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് വിളിച്ചു വരുത്തി ഇവനോട് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വരെ നമ്മളെ പോലീസ് എടവണ്ണ പോലീസ് സ്റ്റേഷനിനോ അതുപോലെ തന്നെ നമ്മളെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിനോ അല്ലെങ്കിൽ SP ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്തോ അവിടുന്ന് ഒരു നടപടി ഇവനെതിരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സമൂഹത്തിനോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം എൻ്റെ 2 പെൺമക്കളാണ്. അവർ കെട്ടിക്കാൻ വരെ ഇവനെ അനുവദിക്കാത്ത രീതിയിൽ വരുന്ന കല്യാണങ്ങൾ മൊത്തവും മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീടുണ്ട്, ആ വീട് എന്ത് ചെയ്തു JCB വെച്ചിട്ട് അവനാളെ കൂട്ടിയിട്ട് മാന്തി ഇട്ടിട്ടുണ്ട്. ഒരു ബെഡ്റൂമും അതിലൊരു ബാത്റൂമും സുഖമില്ലാത്തിൻ്റെ ഉമ്മയാണ് ഈ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുത്തിട്ടാണ് ഒരു വീട് നിർമ്മിച്ചത്. ആ വീട്ടിലെ JCB വെച്ചിട്ട് ഞാൻ ഷോപ്പിൽ പോകുന്ന ഇടയിൽ ഇവനെന്ത് ചെയ്തു, ഇവനും തൊട്ടടുത്തുള്ള പ്രഭാകരൻ്റെ എന്ന ചങ്ങായും വന്നിട്ടാണിത്. പ്രഭാകരൻ അതുപോലെ ജേഫർ എന്ന് പറഞ്ഞ ഈ 3 കക്ഷികളും അതുപോലെ JCB ഡ്രൈവർ ഡബ്ബർ തൊട്ട് ഓപ്പോസിറ്റ് ഡബ്ബർ മുറിക്കാൻ വേണ്ടിയിട്ട് JCB മണ്ണ് കുഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത JCB എൻ്റെ മുറ്റത്ത് ഞാൻ രാവിലെ പുറത്ത് പോകുമ്പോൾ നിർത്തിയിട്ടതാണ്. ആ JCB ഉപയോഗിച്ചിട്ടാണ് ഇവൻ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ വീട് ബാക്ക് വശം മൊത്തമായിട്ട് അവൻ നിരത്തി വെച്ചിട്ടാണ്. ഞാൻ വന്നപ്പോൾ ഇവർ 5-ാം തീയതി ഈ മാസം 5-ാം തീയതിയാണ് ഇത് സംഭവം ഉണ്ടായത്, ഓഗസ്റ്റിൽ. ഈ 5-ാം തീയതി വയനാട്ടിലെ കുരുൾ പൊട്ടിയ സമയത്ത് തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വയനാട്ടിലെ കുരുൾ പൊട്ടിയ പോലെ എൻ്റെ സ്ഥലത്ത് ഉരുൾ പൊട്ടിയേക്കാണ്, അങ്ങനെ ഇടിഞ്ഞതാണെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നിരന്തരം ഞങ്ങളോട് പെട്ടെന്ന് നിങ്ങൾ മാറിക്കോളി, പെട്ടെന്ന് മാറിക്കോളി, ഇനി നിങ്ങളെ വീട് നിങ്ങൾ തലയിൽ കൂടെ പൊളിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മാന്ത് കണ്ടപ്പോൾ തറയോട് സമീപിച്ച് JCB വെച്ചിട്ട് മാന്തി അടയാളം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയും ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാ കേസുകളും നമുക്ക് ഏത് വിധത്തിലും ശരിയാക്കി എടുക്കാൻ കഴിയണമല്ലോ. അപ്പോൾ നമ്മൾ ഇവരുടെ ഫോൺ ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ കഴിയും, ഇവർ തമ്മിലുള്ള അങ്ങോട്ടുള്ള സംസാരം അറിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ ഈ പിന്നെ വീട് JCB വെച്ച് മാന്തിയതാണെന്നുള്ളത്. ഇപ്പം എന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു അടച്ചുറപ്പില്ലാത്ത രീതിയിൽ വാതിലും ആ ബെഡ്റൂമും അതുപോലെ ബാത്റൂമും JCB വെച്ചിട്ടാണ് ഇവർ നിരന്തരം മാന്തിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് കേസാക്കിയിട്ട് അവിടേക്ക് ഇവന് നമ്മളെ അവിടെ ലീഗിൻ്റെ മഴമതിനെ വെച്ചിട്ട് കൈക്കൂലി കൊടുത്തിട്ട് ഇതൊക്കെ കേസ് തുമ്പില്ലാത്ത രീതിയിലാക്കി വെച്ചപ്പോൾ ഒരു നിലക്കും എവിടെയും ഞങ്ങൾക്ക് ഇതിന് ഒരു അനുകൂലമായിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു പരാതി എഴുതി കൊടുക്കാമെന്ന് പഞ്ചായത്തിൽ എഴുതി കൊടുത്തു. അപ്പം നമുക്ക് എന്താ വെച്ചാൽ സമൂഹത്തിനോട് പറയാനുള്ളത് ഇവനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെങ്കിലും എല്ലാവരും ചേർന്നിട്ട് ഇതിനൊരു നടപടി എടുത്തിട്ട്. എടവണ്ണ സ്റ്റേഷനിൽ നിരവധി തവണ പരാതി നൽകി. പ്രതികൾ സ്വാധീനമുള്ളവരായതിനാൽ പോലീസ് അന്വേഷണം നടക്കുന്നില്ല.
ഇതോടെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്നും അവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.